നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു തോരനാണ്, ബീട്രൂട്ട് മുട്ടത്തോരൻ. ബീട്രൂട്ട് തോരൻ മാത്രമായിട്ട് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊന്നും ചിലപ്പോൾ കഴിക്കാനായിട്ട് മടിക്കുമല്ലോ. അങ്ങനെയുള്ളവർക്ക് നമുക്കിത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്താൽ രുചിയോടുകൂടി അവരിത് കഴിക്കും. അപ്പോൾ നമുക്കിത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള 2 മുട്ട, പിന്നെ 2 മീഡിയം സൈസ് സവാളയും നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കണം, തോരൻ അരിയുന്നത് പോലെ. ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്കുള്ള കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം വരും. പിന്നെ ഇതിലേക്ക് നമുക്ക് ആ 3 പച്ചമുളക് അതൊന്ന് അരിഞ്ഞ് ചേർക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി ഒന്ന് അരിഞ്ഞ് ചേർക്കുക. സവാള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയിരുന്നാലും മതിയാകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 വെളുത്തുള്ളി, വലിപ്പത്തിലുള്ള 2 വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, ഒരു വറ്റൽമുളക്, അല്പം കറിവേപ്പില ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള, 2 സവാള എടുത്ത് വെച്ചിരുന്നല്ലോ, അത് നല്ലതായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഒന്ന് ചുവക്കൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. നമുക്കൊരു കണ്ണാടി പരുവത്തിലൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചെറുതായി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് നോക്കി ചേർത്ത് കൊടുത്തോളുക. ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അഥവാ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ അല്പം തളിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വെന്ത് കഴിഞ്ഞു. പാകത്തിന് അത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചെടുത്ത കൂട്ടേ, അത് ഞാൻ ആ തേങ്ങയും വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, സവാള എല്ലാം ചേർത്ത് ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചോളുക. അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ നമ്മൾ 1 മിനിറ്റോളമായി കഴിഞ്ഞു. ഞാനിതൊന്ന് ഇളക്കി ചേർക്കുകയാണ്. ഇപ്പോൾ തേങ്ങയുടെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞു. 1-2 മിനിറ്റ് വഴറ്റുക. ഇപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. അപ്പം നടുക്ക് ഭാഗം ഒന്ന് ആ ബീട്രൂട്ട് മാറ്റി കഴിഞ്ഞിട്ടേ അവിടേക്ക് നമുക്ക് ആ 2 മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. പൊട്ടിച്ചൊഴിച്ച് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പാണ്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. ഇത് നമുക്ക് അടുക്കി പിടിക്കാത്ത രീതിയിലും വലിയ കഷ്ണങ്ങളാകാത്ത രീതിയിലും ഒന്ന് ഇളക്കി ചേർക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ പാകത്തിനായി കഴിഞ്ഞു. ഇനി നമുക്കത് ബീട്രൂട്ടുമായിട്ട് ചേർക്കാം. വലിയ കഷ്ണങ്ങളായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി ചേർക്കുക. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് മുട്ടത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ലതുപോലെ തോർന്ന് കിട്ടിയിട്ടുണ്ട്. തോരൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കിക്കെടുക്കുക. 1-2 മിനിറ്റ് നേരത്തേക്ക് ഒരു അല്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതുപോലെ ഒന്ന് ആയി കിട്ടും. മുട്ടയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. വളരെ രുചികരമായ നമ്മുടെ ബീട്രൂട്ട് മുട്ടത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് നമ്മൾ ബീട്രൂട്ട് തോരൻ തയ്യാറാക്കി കൊടുത്താൽ ചിലപ്പോൾ കഴിക്കാനായിട്ട് മടി കാണിക്കും. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടുകൂടി തന്നെ അത് കഴിച്ചോളും. മുതിർന്നവർക്കും ഇത് വളരെയധികം ഇഷ്ടമാകും. അത്രയും ടേസ്റ്റിയായൊരു മുട്ടത്തോരനാണിത്, ബീട്രൂട്ട് മുട്ടത്തോരൻ. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.
വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.